ഇനി വരുന്ന കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിനും ഗോൾഡിനും മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനും എല്ലാം മുകളിൽ റിയൽ എസ്റ്റേറ്റ് വളരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് വിശ്വസിച്ചേ പറ്റൂ. ഈ ലോകത്ത് 71% കടലും 29% കരഭൂമിയുമാണ്. ഈ കരഭൂമിയുടെ ഏകദേശം 33% മരുഭൂമിയും 31% ഫോറസ്റ്റും 21% മലനിരകളും 10% നിരോധിത മേഖലയും ബാക്കി വരുന്ന 5% ഭൂമി മാത്രമാണ് ക്രയവിക്രയങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിന്റെ കണക്കിലേക്ക് പോയാൽ 10-12 ലക്ഷം ഏക്കർ ഭൂമി മാത്രമാണ് കേരളത്തിൽ ഇനി ബാക്കിയുള്ളത്. അതായത് ഏകദേശം ഒരാൾക്ക് 4 സെന്റ് ഭൂമി മാത്രം എന്നർത്ഥം. ഇനി കൊച്ചിയുടെ കാര്യമെടുത്താൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സ്ഥലങ്ങൾ കുറഞ്ഞു ഇല്ലാതാകും. ആ സ്ഥലത്തെ ഭൂവുടമകൾ സമ്പന്നരാകും. കൊച്ചി നഗരത്തിന്റെ എല്ലാ കോണുകളിലേക്കും അതിവേഗം വികസനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയുടെ ഹൃദയഭാഗമായ എടപ്പള്ളിയുടെയും കാക്കനാടിന്റെയും നെടുമ്പാശ്ശേരിയുടെയും അങ്കമാലിയുടെയും കാര്യം തന്നെ നമുക്ക് നോക്കാം. വെറും 2.5 പതിറ്റാണ്ട് മുമ്പ് വരെ കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു അതെല്ലാം. അന്ന് അവിടെ ഉണ്ടായിരുന്നവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല അവർ കോടീശ്വരന്മാരാകാൻ പോവുകയാണെന്ന്. റിയൽ എസ്റ്റേറ്റിന്റെ വളർച്ച വളരെ നാച്ചുറലായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങി എന്ന് കരുതുക. നിങ്ങളുടെ സ്ഥലത്തിന്റെ അടുത്ത് ചെറിയൊരു വികസനം ഉണ്ടായാൽ പോലും ഗണ്യമായ ഒരു വളർച്ച നിങ്ങളുടെ സ്ഥലത്തിനും ഉണ്ടാകും. അതാണ് റിയൽ എസ്റ്റേറ്റിന്റെ ഗ്രോത്ത്. കൊച്ചിയുടെ വളർച്ച അതിവേഗം കുതിക്കുകയാണ്. IT പാർക്കും മെട്രോ റെയിലും വാട്ടർ മെട്രോയും കണ്ടെയ്നർ ടെർമിനൽ റോഡും സീപോർട്ട് എയർപോർട്ട് റോഡും നിർദ്ദിഷ്ട ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസും ഇതെല്ലാം ഉത്തമ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.